ഹലോ അമിഗോസ്, വെൽക്കം ടു ത്രയാൻ വേഴ്സ്. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നു. ഇപ്പോൾ കേരളത്തിലെയും തമിഴ്നാട്ടിലെയൊക്കെ ഇലക്ഷൻ റിസൾട്ടൊക്കെ വന്നു. അതൊക്കെ കണ്ട് എല്ലാവരും ഞെട്ടിയും സന്തോഷിച്ചും സങ്കടപ്പെട്ടും ഒക്കെ ഇരിക്കുന്നവരായിരിക്കും. ഒരുപക്ഷെ തമിഴ്നാട്ടിലെ റിസൾട്ട് തമിഴ് ജനതയെ പോലെ തന്നെ നമ്മളും വളരെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നായിരിക്കും. സോ ഇന്ന് മുഖ്യമന്ത്രി പദവി വരെ ഉറപ്പിച്ച് നമ്മുടെ ദളപതി വിജയുടെ ലക്ഷറി കാർ കളക്ഷൻസിനെ കുറിച്ചാണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിനു മുന്നേ ഒരു കുട്ടി സ്റ്റോറി சொல்லலாமா? ഡയറക്ടർ എസ് ചന്ദ്രശേഖരൻ്റെയും സിംഗർ ശോഭ ചന്ദ്രശേഖരൻ്റെയും മകനായി ജനിച്ച ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന മനുഷ്യൻ ദളപതി വിജയ് എന്ന ബ്രാൻഡായ കഥയാണ് ഞാൻ പറയാൻ പോകുന്നത്. അതെനിക്കൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറി ആയിട്ട് തോന്നി, ഈവൻ ദോ ഐ എം എ സൂര്യ ഫാൻ. മുന്നേ വളരെയധികം ആക്റ്റീവായിരുന്ന പയ്യൻ തൻ്റെ 9ാം വയസ്സിൽ തൻ്റെ അനിയത്തിയുടെ മരണത്തിന് ശേഷം ഒരു ഡിപ്രഷൻ സ്റ്റേജിലേക്ക് പോയി. ആ സൈലൻസെ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചന്ദ്രശേഖർ 1984 ഒരു ചൈൽഡ് ആർട്ടിസ്റ്റായി വിജയ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. പിന്നീട് കോളേജും പഠനവും ഒക്കെ പോയ പുള്ളി രജനീകാന്തിൻ്റെ ഫിലിംസൊക്കെ കണ്ട് ഇൻസ്പയർഡ് ആയിട്ട് പുള്ളിക്ക് ഒരു മൂവി സ്റ്റാർ ആകണമെന്ന് അച്ഛനോട് വന്ന് പറഞ്ഞു. അങ്ങനെ വിജയുടെ കോൺഫിഡൻസും ഡിറ്റർമിനേഷനും ഒക്കെ കണ്ട് ചന്ദ്രശേഖർ 1992 നാളെ തീർപ്പ് എന്ന പടത്തിൽ 18 വയസ്സുള്ള വിജയെ ഹീറോ ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ആ പടം വമ്പം ഫ്ലോപ്പായി. കണ്ടവരെല്ലാവരും നെഗറ്റീവ് പറഞ്ഞു. അന്നത്തെ യൂട്യൂബിന് പകരം മാഗസീൻസിലൊക്കെ ക്രിറ്റിസിസം നടത്തുന്ന കോക്കണ്ണന്മാർ പറഞ്ഞത് ഈ മുഖമൊക്കെ ആരെങ്കിലും പൈസ കൊടുത്ത് തിയേറ്ററിൽ പോയി കാണുമെന്നാണ്. ആക്ടിങ് അറിയില്ല, ഡാൻസ് അറിയില്ല, എക്സ്പ്രഷൻ ചെയ്യാൻ അറിയില്ല, ഒരു നെക്ക് പോക്കറ്റ് ആയതുകൊണ്ട് മാത്രം ഒരു ഹീറോ മെറ്റീരിയൽ ആകില്ല എന്നൊക്കെ എല്ലാവരും പറഞ്ഞു. ബോഡി ഷേമിങ്ങിൻ്റെ അങ്ങേ അറ്റം നടത്തി ആ മനുഷ്യനെ മാക്സിമം എല്ലാവരും അപമാനിച്ചു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരുന്ന വിജയ് 18ാം വയസ്സിൽ ഒരു ഗോൾ സെറ്റ് ചെയ്തു. ഒരു നാൾ ഞാനും ഒരു അറിയപ്പെടുന്ന സ്റ്റാറാവും. അവിടെ നിന്ന് പുള്ളി ക്വിറ്റ് ചെയ്യാതെ ഹാർഡ് വർക്ക് ചെയ്തു. ഡാൻസും ആക്ഷനും മാനറിസവും ഒക്കെ മെച്ചപ്പെടുത്തി. അങ്ങനെ 1994 രസികൻ എന്ന പടത്തിൽ ഭാഗ്യരാജ് ഇളയ ദളപതി എന്ന് പറഞ്ഞ ടൈറ്റിൽ കൊടുത്തു. ആ പടത്തിൽ പുള്ളി ആദ്യമായിട്ട് പ്ലേബാക്ക് സിംഗറുമായി. പക്ഷേ പുള്ളിക്ക് 1995 പൂവേ ഉനക്കാകെ എന്ന് പറഞ്ഞ പടം വരെ കാത്തിരിക്കേണ്ടി വന്ന ഒരു ബ്രേക്ക് ത്രൂ കിട്ടാൻ. അവിടെ നിന്ന് പുള്ളി പതുക്കെ പല ഹിറ്റുകളും കൊടുത്തു. നമ്മുടെ അനിയത്തിപ്രാവ് ഉൾപ്പെടെ പല ലാംഗ്വേജിലെയും ഹിറ്റ് പടങ്ങൾ റീമേക്ക് ചെയ്തു. അങ്ങനെ ഒരു റൊമാൻറ്റിക് ഹീറോ ഇമേജ് ഒക്കെ പുള്ളി ഉണ്ടാക്കി. അങ്ങനെ ഫാമിലി ഓഡിയൻസിനെ പതുക്കെ കയ്യിലെടുത്ത പുള്ളി 2003 തിരുമല എന്ന സിനിമയിലൂടെ ഒരു ആക്ഷൻ ഹീറോ ഇമേജിലേക്ക് ട്രാൻസ്ഫർമേഷൻ ചെയ്തു. അങ്ങനെ 2004 ഇറങ്ങിയ ഗില്ലി പുള്ളിയുടെ സ്ക്രീൻ പ്രസൻസ് കൊണ്ട് ഇൻഡസ്ട്രി ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാക്കി. അങ്ങനെ രജനീകാന്തിന് ശേഷം ഒരു തിയേറ്റർ സെലിബ്രേഷൻ കൾച്ചർ പുള്ളി സൃഷ്ടിച്ചു. 2001 to 2007 വരെ ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെ പുള്ളിയുടെ കരിയർ. 2008 to 2010 ഒരു 5-6 പടം ബാക്ക് ടു ബാക്ക് ഫ്ലോപ്പായി. അങ്ങനെ എല്ലാവരും പറഞ്ഞു വിജയ് തീർന്നു, ഇനിയില്ല. പക്ഷേ 2012 തുപ്പാക്കിലൂടെ വമ്പം കംബാക്ക് നടത്തി. അതിനുശേഷം ഇന്ന് വരെ വിജയുടെ എല്ലാ സിനിമകളും ഇൻഡസ്ട്രി ഹിറ്റ്. പക്ഷേ വിമർശനങ്ങൾ പുള്ളിയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. മൂവീസ് റിലീസാകാനുള്ള ഇഷ്യൂസ്, ക്രിറ്റിസിസം, IT റെയ്ഡ്, ഇമ്പോർട്ടഡ് ലക്ഷറി കാറുകളുടെ ടാക്സ് ഇഷ്യൂസ്, ഗോസിപ്സ്, പൊളിറ്റിക്കൽ പ്രഷർ. പക്ഷേ ഏറ്റവും കൂടുതൽ വിമർശനങ്ങൾ വന്ന മൂവീസ് വരെ കൊമേഴ്ഷ്യൽ സക്സസ് ആയി. അങ്ങനെ ഓരോ വിജയ് സിനിമകളും കളക്ഷൻ റെക്കോർഡ്സ് ബ്രേക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ആരാധകരുടെ എണ്ണം കൂടിക്കൊണ്ടേയിരുന്നു. അതിനിടയിൽ 2017 മിർസൽ എന്ന സിനിമയിൽ ഇളയ ദളപതി എന്ന ടൈറ്റിൽ നിന്ന് ദളപതി വിജയ് എന്ന ടൈറ്റിലേക്ക് മാറി. 2024 സിനിമ ഉപേക്ഷിച്ച് പൊളിറ്റിക്സ് പ്രവേശനം നടത്താൻ വിജയ് ഒരുങ്ങി. TVK തമിഴക വെട്രിക്കഴകം എന്ന പാർട്ടി രൂപീകരിച്ചു. പക്ഷേ വീണ്ടും പ്രോബ്ലംസ് വിജയെ പിന്തുടർന്നുകൊണ്ടേയിരുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ക്രിറ്റിസിസം, CBI എൻക്വയറി, കരൂർ ദുരന്തം, ഡിവോഴ്സ് കേസ്, നോമിനേഷൻ ഇഷ്യൂസ്, ട്രോൾസ്. അവസാന സിനിമയായ ജനനായകന്റെ വരെ റിലീസ് തടഞ്ഞു. പക്ഷേ ഈ ഇലക്ഷനിൽ വെറും 2 വയസ്സ് മാത്രം പ്രായമുള്ള വിജയുടെ TVK എന്ന പാർട്ടി 50-60 വർഷം തമിഴ്നാട് പൊളിറ്റിക്സിന്റെയും സിനിമ മീഡിയ ഇൻഡസ്ട്രി അടക്കി വേണ 2 ബിഗ്ഗസ്റ്റ് പാർട്ടികളെ തോൽപ്പിച്ച് 107 സീറ്റുമായി ദളപതി വിജയ് എന്ന ഒറ്റ ബ്രാൻഡിൽ വിജയിച്ചു. ആരൊക്കെ തളർത്താൻ ശ്രമിച്ചാലും, നിന്നെ കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് പറഞ്ഞാലും, ബോഡി ഷേമിംഗ് ഉൾപ്പെടെ എല്ലാ വിമർശനങ്ങളെയും തരണം ചെയ്ത് വെൽ ഡിഫൈൻഡ് ഗോളും ഹാർഡ് വർക്കും സെൽഫ് കോൺഫിഡൻസും കൺസിസ്റ്റന്റ് ആയിട്ടുള്ള സ്മാർട്ട് ഇംപ്ലിമെന്റേഷൻ കൊണ്ടും ജോസഫ് വിജയ് ചന്ദ്രശേഖർ എന്ന വ്യക്തി ദളപതി വിജയ് എന്ന ബ്രാൻഡായി. ഇന്ന് ഹോണറബിൾ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട് ജോസഫ് വിജയ് എന്ന ടൈറ്റിൽ കാർഡിലേക്ക് മാറാൻ നിൽക്കുന്ന വിജയുടെ ലക്ഷൂറിയസ് കാർ കളക്ഷനെ കുറിച്ച് ഒന്ന് നോക്കാം. അദ്ദേഹത്തിന് മാരുതി സ്വിഫ്റ്റ് മുതൽ വോൾവോ XC90, മെഴ്സിഡസ്, BM തുടങ്ങിയ അനേകം കാറുകൾ അദ്ദേഹത്തിൻ്റെ ഗാരേജിലുണ്ട്. 2026 ഇലക്ഷൻ അഫിഡവിറ്റ് പ്രകാരം 13.5 കോടിയാണ് വിജയുടെ കാർ കളക്ഷൻ്റെ വർത്ത്. അതിൽ ചുരുക്കം കുറിച്ച് ഇൻട്രസ്റ്റിംഗ് കാർ കളക്ഷനെ കുറിച്ച് നമുക്ക് നോക്കാം. ആദ്യമായി റേഞ്ച് റോവർ ഓട്ടോബയോഗ്രഫി LWB
ഇതൊരു ലോങ് വീൽ ബേസ് കാറാണ്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് 3 ലിറ്റർ 6 സിലിണ്ടർ എഞ്ചിനാണ് ഇതിൽ വരുന്നത്. 0 to 100 കിലോമീറ്റർ എത്താൻ വെറും 5.9 സെക്കൻഡ് മാത്രം മതി. നമ്പർ 2, ലെക്സസ് LM 350h. ഇതൊരു അൾട്രാ ലക്ഷറി സെഗ്മെന്റിൽ വരുന്ന MPV ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് അപ്രോക്സിമേറ്റ്ലി 3.09 crore Indian rupees. ഇതൊരു 2.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. നമ്പർ 3, മിനി കൂപ്പർ S. ഇതൊരു 2 ലിറ്റർ ടെർബോ എഞ്ചിൻ പവേർഡ് കാറാണ്. 7 സ്പീഡ് ഓട്ടോമാറ്റിക് ഡ്യുവൽ ക്ലച്ച് ട്രാൻസ്മിഷനാണ് ഇതിന് വരുന്നത്. 0 to 100 എത്താൻ വെറും 6.6 സെക്കൻഡ്സ് മാത്രമാണ് ഇത് എടുക്കുന്നത്. നമ്പർ 4, ടൊയോട്ട വെൽഫെയർ. ഇതൊരു VIP ലോഞ്ച് സെഗ്മെന്റിലുള്ള MPV ആണ്. നമ്മുടെ ലാലേട്ടനും ഒട്ടുമിക്ക സെലിബ്രിറ്റികളും യൂസ് ചെയ്യുന്ന ലക്ഷറി MPV ആണിത്. 2.5 ലിറ്റർ ഹൈബ്രിഡ് എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 1.63 crore Indian rupees ആണ് ഇതിന്റെ വില വരുന്നത്. നമ്പർ 5, BMW i7. ഇതൊരു ഇലക്ട്രിക് ഡ്യുവൽ മോട്ടോർ പവേർഡ് ലക്ഷറി ഹൈ പെർഫോമൻസ് EV ആണ്. ഏകദേശം 2.5 കോടിയോളമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത്. നമ്പർ 6, Audi A8 L. 3 ലിറ്റർ V6 ടെർബോ ചാർജ് എഞ്ചിനാണ് ഇതിന് വരുന്നത്. 0 to 100 എത്താൻ 5.7 സെക്കൻഡ്സ് ആണ് ഈ കാർ എടുക്കുന്നത്. നമ്പർ 7, ഫോർഡ് മസ്താങ് ഷെൽബി GT500. ഇതൊരു പെർഫോമൻസ് കാറാണ്. ഇതിന്റെ പെർഫോമൻസും എക്സ്റ്റീരിയർ ഇന്റീരിയറും ഷെൽബി GT കൺവേർഷനും ഒക്കെ മോഡിഫൈഡും കസ്റ്റമൈസ്ഡും അപ്ഗ്രേഡും ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫുള്ളി കസ്റ്റമൈസ്ഡ് മോഡിഫൈഡ് കാറാണ്. ഇതിന്റെ എഞ്ചിൻ വരുന്നത് 5 ലിറ്റർ V8 സൂപ്പർ ചാർജർ എഞ്ചിനാണ്. വെറും 4.5 സെക്കൻഡ് കൊണ്ട് 0 to 100 എത്തും. നമ്പർ 8, റോൾസ് റോയ്സ് ഗോസ്റ്റ്. ഇതൊരു 6.75 ലിറ്റർ V12 എഞ്ചിനാണ് വരുന്നത്. അപ്രോക്സിമേറ്റ്ലി 6 to 8 crore ആണ് ഇതിന്റെ വില. റിപ്പോർട്ടഡ്ലി ഈ കാർ ഇപ്പോൾ സോൾഡ് ആണ്. നമ്പർ 9, ഫോഴ്സ് അർബേനിയ. വിജയുടെ ഇലക്ഷൻ ക്യാമ്പയിനുകളിൽ യൂസ് ചെയ്ത വെഹിക്കിളാണിത്. ഇത് ഫുള്ളി കസ്റ്റമൈസ്ഡ് വെഹിക്കിളാണ്. ഇതിന് അപ്രോക്സിമേറ്റ്ലി വില വരുന്നത് 6 crore ആണ്. ഇതൊരു 2.6 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് ഇതിന് വരുന്നത്. സോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. സോ സീ യു അണ്ടിൽ ദെൻ. ബൈ അമിഗോസ്.